point which we wanted to. Adinshesham, we never used to come that side, but it was really those things are all nostalgic kind of very memorable things. From there onwards, life is going ahead, and but still we all remember Asianet as one of our the basement which we form in our life. One thing what I want to also put forward is Ramesh is an example. Catvision I interview Ramesh was there. I wanted to go to Karachi before joining Asianet. This guy is again there. He was submitting his CV there. When I joined Asianet, this guy is again there. Again, when I'm joining Ethoslat, this guy is again there. So it's like, at Australia, I was also thinking about putting my CV there. This guy is again there in Australia. All through my life, he's just following us. I just dropped my idea of going Australia border, this guy is also staying back. So all this, memorable life. And I'm really happy Rajkumar after a long gap, I think about 5, 6, more than that. It's really good. And a lot of colleagues, I'm really happy to meet you all, guys. As it was like difference of opinion. It was like I was a little scared about Katta. Honestly, he used to just pass on information. I don't know whether it was very true or not. I don't. But still, if he has come back, an opportunity he has come back. I didn't got any opportunity. Please. Once again, I want to invite all our young Asianet friends. We all talk about our old histories, but I want you also to be involved with us. I don't feel that you are all new and we are just trying to isolate. You all are our team members, new or old, whatever is it. Asianet is Asianet, and we have formed a base. We are happy to see you all guys come here. Really thankful for you guys. Thank you. PCC close James Seriella, Jane Thomas Seriella, and the Parnilla. For the Shinoyono. Pina, Sandai Nali, Ni Kollam Asianatli. Sandai Nali, November. Sorry, I provide Baruti, Nali November. Nukola Asianatli, Varanu Diagram, in the Magan, Sandai Nali, November, and the Jenichapo. Sandai, I will have some Kaluchana. അങ്ങനെ നീ അവിടെ വന്നു, നീ അവിടെ 10 ദിവസം വർക്ക് ചെയ്തു. ആ സമയത്താണ് ബാക്കിയത് എനിക്കറിയില്ല, എന്തൊക്കെ സംഭവിച്ചു. കട്ട എൻ്റെ അടുത്ത് കുറേ കഥ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ശ്രീകുമാറിനെ ഞങ്ങളിവിടെ, ഞാനും രമേഷും കൂടെ ഇവിടെ ശ്രീകുമാറിനെ ഇവിടെ കൊണ്ടുവന്നു. എന്തിനാണെന്നറിയോ, ഇവിടെ ഏഷ്യാനെറ്റ് അൽവാഫിയിൽ കൊണ്ടുവന്നു. അപ്പം അത് സുല്ല് പറഞ്ഞു, സുല്ല് ഇവിടെ ഉണ്ട്, സുല്ല് പറഞ്ഞു നമുക്കൊരാളിനെ കൊണ്ടുവരണം നാട്ടിൽ നിന്ന്, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളിനെ. അപ്പോൾ അതാരെ കൊണ്ടുവരണം? ഞാൻ പറഞ്ഞു കട്ട ശ്രീമോൻ. എടാ പോടാ
അത് പറ്റില്ല. അപ്പൊ ഞാൻ രമേശിനോട് കട്ട ശ്രീകുമാർ തന്നെ വന്നേ പറ്റൂ, അത് നിന്റെയൊക്കെ ഇഷ്ടം, എനിക്കൊന്നും അറിയില്ല. കട്ട ഇവിടെ കൊണ്ടുവന്നു, കട്ട 2 ആഴ്ച ഇവിടെ നിന്നു. അന്ന് വന്നിട്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. എന്തായാലും അന്ന് കട്ട വന്നു, നിന്റെ എതിർപ്പിനെ അവഗണിച്ച് കട്ടയ്ക്കൊണ്ടു. എന്തായാലും അതൊക്കെ ദൈവനിശ്ചയം പോലെ സംഭവിച്ചു. അതിനുപരി ഇനിയിപ്പോ അന്ന് അത് പറയാൻ പോലെ ശരിയില്ല. അപ്പൊ കട്ട വന്നു, അവനെ കൊണ്ടുവന്നു. പിന്നെ ഇവിടെ നമ്മള് ലേ മരടിയിൽ താമസിച്ചു. ലേ മരടിയിൽ അപ്പൊ രാത്രി 9 മണിക്കടെ രമേശ് എടേ എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല. ഇവിടെ കംപ്ലീറ്റ് AC റൂമിൽ ഞാൻ മാത്രമേ, എനിക്കൊന്നും പറ്റൂല. അങ്ങനെ ഞങ്ങൾ പോയി കൂടെയൊക്കെ നിന്നു. പിറ്റേന്ന് രാവിലെ അബുദാബിയിൽ ഒരു സർവേ കോൺട്രാക്ടറുടെ സ്റ്റാഫായിട്ട് നമ്മുടെ കട്ട ശ്രീകുമാർ ഞങ്ങളെല്ലാം കൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ, സീനിയർ ഡയറക്ടർ മാന, അന്നത്തെ എഞ്ചിനീയർ, ഞാൻ രമേശ് ഞങ്ങളുടെ സൈറ്റിലുണ്ട്. അപ്പോൾ കോൺട്രാക്ടർ സ്റ്റാഫായിട്ട് ശ്രീകുമാർ വരുന്നു. അപ്പോൾ അവൻ ആദ്യമായിട്ട് ജോലിക്ക് ഇറങ്ങിയാണ്. നിങ്ങൾ ആലോചിക്കണം, അജയൻ സാറിന്റെ ശേഷമാണ്, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ദഹിക്കും. വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് വന്നിട്ട് JRC പറ്റിയിട്ട് ഇവനൊരു 2 ഡയലോഗ് അടിപൊളിയായിട്ട്. ആദ്യമായിട്ടാണ് ജീവിതത്തെ അവൻ JRC കണ്ടിട്ടില്ല. ആദ്യത്തെ JRC ആണ് അവൻ കണ്ടിട്ട്. അവൻ 2 ഡയലോഗ് അടിപൊളിയായിട്ട് അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മാന രമേശിനെ എടുത്തു. അതെ, അവിടെ ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല, അവന് നമുക്ക് എറ്റിസായിട്ട് എടുക്കണം. ഇപ്പൊ രമേശിന്റെ കാട്ടാ പോക. പക്ഷെ എന്നിരുന്നാലും ഈ ദൈവനിശ്ചയം പോലെ നമ്മളൊക്കെ അല്ലേ വളരെ രാത്രി 12 മണിക്ക് ക്യാപ്സ്യൂളൊക്കെ അയച്ച് എന്തായാലും എല്ലാം ദൈവനിശ്ചയം പോലെ സംഭവിച്ചു. അടുത്തിടെ എനിക്ക് അവസാനം സാഹിബിന്, കാരണം നേരിട്ട് ഇവനുമായിട്ട് സംസാരിച്ചിട്ട് ഒരിക്കലും എറ്റിസലായിട്ട് ജോലി കിട്ടില്ല. അവസാനം നമ്മളൊരു ടെലിഫോണിക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തപ്പോ അണ്ണന്റെ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും സാഹിബിനെ കട്ടയോടെ മുടക്കി മച്ചമ്പി ഇവിടെ വന്നു. അപ്പൊ അതൊക്കെ നിശ്ചയം. അടുത്തിടെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ നൗഷാദ് K. അബൂവിനെ സ്വാഗതം ചെയ്യും. ആ സുഡാനിയെ നമുക്ക് എടുക്കണം. നൗഷാദ് K. അബൂ, പ്ലീസ് കം ടു ദി സ്റ്റേജ്.